ഹായ് എവ്രിവൺ, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ മുട്ടയും മാങ്ങയും കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കണേ എന്ന് നോക്കാം. അധികം ആരും കേട്ടുപരിചയമില്ലാത്തതും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതും ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് മുട്ടയും മാങ്ങയും കറി. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കിത് ട്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3 സവാള, പിന്നീട് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഉണ്ട്. ഇത് 2-ാം പാലാണ്. ആവശ്യത്തിനായിട്ടുള്ള 1-ാം പാലും തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള മുട്ട വേവിച്ചെടുക്കാം. ഞാനിവിടെ 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ: മല്ലിപ്പൊടി 2½ സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1½ സ്പൂൺ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇടാം. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത് നന്നായിട്ട് ഇട്ട് വഴട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോള ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. സവോളയുടെ കൂടെ ഉപ്പ് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടും. സവോള ഒരുവിധം ഗോൾഡൻ പരുവമാവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. സവാള വഴണ്ട് വന്ന നേരത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട തൊണ്ട് കളഞ്ഞെടുക്കാം. സവോള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർക്കാം. ചേർത്തതിന് ശേഷം മൂത്ത് വന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആവശ്യത്തിനുള്ള മാങ്ങ അതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവണം. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. മാങ്ങ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം കറി നന്നായിട്ട് തിളയ്ക്കാൻ വിടണം. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ബാക്കി നമ്മൾ മുട്ടയും 1-ാം പാലും ആഡ് ചെയ്യുന്നത്.
നമുക്ക് ആവശ്യത്തിനായി പുഴുങ്ങിയെടുത്ത മുട്ടകളെല്ലാം ഇതുപോലെ രണ്ടായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത രണ്ടാം പാലും അതുപോലെ തന്നെ മാങ്ങയും നന്നായിട്ട് അത്യാവശ്യം വെന്ത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നാം പാല് ആഡ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കാനായിട്ട് വെക്കേണ്ട. തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന മുട്ടയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് മൂപ്പിക്കാനായിട്ടുള്ള സവാളയും അതുപോലെ തന്നെ വേപ്പിലയും വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരുവിധം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സവാള നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയിലേക്ക് അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയും മാങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യലായിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റോട് കൂടി നമുക്കിത് കഴിക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള ഡിഷുകളായിട്ട് ഞാൻ ഇനിയും വരാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.